ورحمة الله تعالى وبركاته. الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള ഉസ്താദുമാരെ, പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് വേദിയിലെത്തിയിരിക്കുന്നത് ഖുർആൻ മനുഷ്യകുലത്തിന്റെ വഴികാട്ടി എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ്. അതിനെ തുണച്ച നാഥനെ ഞാൻ ആദ്യം സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ. സുഹൃത്തുക്കളെ, കാലാവർത്തിയും കല്ലാധീരവുമായ ഒരു മനുഷ്യന്റെ അനുയായികളാണല്ലോ നാം. കേവലമായി മനുഷ്യന്റെ ബുദ്ധിക്കും നാമം മാത്രം ചിന്തകൾക്ക് അപ്പുറം നിന്നുകൊണ്ട് അത്ഭുതം സംസാരിക്കുന്നത് ഖുർആൻ ഒരു മഹത്തായ ഗ്രന്ഥമാണ്. ചർച്ചകളും അവചീനകളും ആണെന്ന് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നു. എന്തെങ്കിലും മതസമൂഹത്തിനും ഗോത്രത്തിനും സംസ്കാരങ്ങൾക്ക് വേണ്ടിയെല്ലാം ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്. ഉദല്ലിന്നാസ്, മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ ഹിന്ദു എന്നോ ജൈന എന്നോ സിഖുർ എന്നോ പോലും വേർതിരിവുകൾ പോലും കൽപ്പിക്കാതെ സകല മനുഷ്യർക്കും സമസ്ത കാലത്ത് സന്മാർഗമാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ സ്വയം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഓ മനുഷ്യകുലമേ, യാ അയ്യുഹന്നാസ് എന്നുള്ള സംബോധന രീതി ഖുർആൻ ഉപയോഗിച്ചത് 20 തവണയാണ്. മനുഷ്യകുലത്തെ മുഴുവൻ അഭിസംബോധന ചെയ്ത് കേവലമായ മദ്രസകളെയും നിയമങ്ങളെയും അടിച്ചു തമർക്കുക എന്നതാണ് ഖുർആനിന്റെ ലക്ഷ്യം. മറിച്ച് ധാർമ്മികമായ സമ്പന്നത പാലിച്ച് ഒരു ഉത്തമ സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുക എന്നതാണ് ഖുർആനിന്റെ ലക്ഷ്യം. ഖുർആൻ തന്നെ നമ്മയോട് പറയുന്നുണ്ട്, ആരെങ്കിലും ഒരു മനുഷ്യനെ കൊലപ്പെടുത്തിയാൽ അത് മരണത്തിന് തുല്യമാണെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രസംഗം ഇവിടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.